ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നുള്ള സിനിമയിലെ നായകനായിരുന്നു. സിനിമ ഒരു കുഴപ്പമില്ല, ഒരു ആവറേജ് സിനിമ. ഒരു കണ്ടുകൊണ്ടിരിക്കുക, ഒരു OTT-യിലായതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ. OTT-യിലായതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലെ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് പുറത്തോട്ട് പോകുന്ന, അതാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം. പിന്നെ ആ ഒരു വിഷയത്തിലോട്ട് വരാനെ കൊണ്ട് അവര് എടുത്ത ടൈമാണ് 2 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത്. 2 മണിക്കൂറിൽ ആവശ്യമില്ലാത്ത കുറെ അധികം സീൻസ് ഉണ്ട്. ഒരു ആദ്യത്തെ കുറച്ച് സീനിന് കഴിഞ്ഞ് പിന്നുള്ള ഒരു അവസാനത്തെ അരമണിക്കൂർ, അത്രയും ടൈം വരെ അവർ ആ ഒരു ലൂപ്പിൽ കിടക്കുന്നതിന്റെ തൊട്ട് അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല, പറയാനെ കൊണ്ടൊന്നുമില്ല. പിന്നെ അവസാനത്തെ അരമണിക്കൂർ മാത്രം, അത് കുഴപ്പമില്ലാതെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ നല്ല രീതിയിൽ എടുത്തിട്ടൊക്കെ ഉണ്ട്, മേക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ സ്റ്റോറിയിലാണ് പാളിപ്പോയത്. സ്റ്റോറിയിൽ ഇതുപോലെ ഒരുപാട് ഓവറായിട്ടാണ് അവര് പറയുന്നത്. കാരണം ഉണ്ട് ഇല്ലെന്നൊന്നുമല്ല, അതേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവിടെ പോകുന്നവരുടെ സ്റ്റുഡൻസിന് അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ ഈ നോർമലി ഇവിടുത്തെ ആ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഉള്ള ഇത് വരാൻ പോകുന്ന ഇടപാടുകൾ, അതൊക്കെ ഇട്ടങ്ങ് വലിപ്പീലായിരുന്നു സിനിമ മൊത്തത്തിൽ. പക്ഷെങ്കിൽ OTT-യിലായതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.